നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ജിഡിപി വളർച്ചയിൽ രാജ്യത്തിന് വൻ കുതിച്ചുചാട്ടം. 7.8% വളർച്ചയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസം രാജ്യം കൈവരിച്ചത്. പ്രതീക്ഷിച്ചതിനേക്കാൾ 1 പോയിന്റ് കൂടുതലാണിത്. US തീരുവ തിരിച്ചടിയായിരിക്കെ ഈ വളർച്ച കേന്ദ്ര സർക്കാരിന് ആശ്വാസമായി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വളർച്ച 6.5% മാത്രമായിരുന്നു. അതേസമയം ട്രംപ് ഇന്ത്യയ്ക്കുമേൽ പ്രഖ്യാപിച്ച 50% ഇറക്കുമതി തീരുവയുടെ ആഘാതം ഈ മാസം മുതലാണ് വ്യക്തമാവുക. ഇത് ജൂലൈ-സെപ്റ്റംബർ പാദത്തിലെ ജിഡിപിയെ ബാധിച്ചേക്കുമെന്നാണ് നിരീക്ഷണം. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88.29 ആയി. അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ 50% ഇറക്കുമതി തീരുവയെ തുടർന്ന് വിപണിയിൽ രൂപപ്പെട്ട ആശങ്കകളാണ് മൂല്യത്തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. എണ്ണ കമ്പനികളിൽ നിന്ന് ഡോളറിന് ഡിമാൻഡ് കൂടിയതും മൂല്യമിടിയാൻ കാരണമായി. ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം കൊഴിയുന്നതും രൂപയുടെ മൂല്യമിടിയാൻ കാരണമായി. ട്രംപിന്റെ തീരുവ രാജ്യാന്തര വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് കോട്ടം തട്ടുമെന്ന വിലയിരുത്തൽ ശക്തമാണ്. സർക്കാർ വൈസ് ചാൻസലർ തർക്കം കാരണം സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർ ബുദ്ധിമുട്ടരുതെന്ന് സുപ്രീം കോടതി. തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന തൊഴുകൈയോടെ അഭ്യർത്ഥിക്കുകയാണെന്ന് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് സർക്കാർ പ്രതിനിധികളെ അയക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് താൽക്കാലിക വൈസ് ചാൻസലർ K. ശിവപ്രസാദ് ഹർജി നൽകിയത്. കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് വൈസ് ചാൻസലർ. സെപ്റ്റംബർ 2-നാണ് യോഗം വിളിച്ചിട്ടുള്ളത്. അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകിയത് മിനി കാപ്പനാണ്. പോലീസിനും യോഗത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കത്ത് നൽകിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്ന് ദീർഘകാലമായി ഇടത് അംഗങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. രാവിലെ 11 മണിക്കാണ് യോഗം. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം നീക്കി. ചരക്കുവാഹനങ്ങൾ ഉൾപ്പെടെ കയറ്റിവിടുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് കലക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചരക്കുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക ക്രമീകരണം ഒരുക്കും. ഇരുവശങ്ങളിൽ നിന്നും ഒരേ സമയം ചരക്കുവാഹനങ്ങൾ അനുവദിക്കില്ല. ഹെയർപിൻ വളവുകളിൽ സ്ലോട്ട് തീരുമാനിക്കും. മണ്ണിടിച്ചിലുണ്ടായ 9-ാം വളവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. DYSP ഷാജിക്കാണ് അന്വേഷണ ചുമതല. വിശദമായ അന്വേഷണത്തിനാണ് പുതിയ സംഘത്തെ നിയമിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു. DYSP ബിനുകുമാറിനായിരുന്നു ആദ്യം അന്വേഷണ ചുമതല. ഇൻസ്പെക്ടർമാരായ സാഗർ, സജൻ, സൈബർ ഓപ്പറേഷൻ ഇൻസ്പെക്ടർ ഷിനോജ് എന്നിവരും സംഘത്തിലുണ്ട്. അന്വേഷണത്തിന് സൈബർ സംഘത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പരാതി പരമ്പരകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. മനസാക്ഷിയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പുറത്തുവന്ന വിവരങ്ങൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. തുടർന്നു വരുന്നത് കേട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ്. കൃത്യമായ തെളിവുകളോടെ നിൽക്കുമ്പോഴും കോൺഗ്രസ് എന്ത് നടപടിയെടുത്തു? പരാതി ഉയർന്നപ്പോൾ തന്നെ തേച്ചുമാച്ച് കളയാൻ ശ്രമിച്ചുവെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലേക്ക് വരണോ വേണ്ടയോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിത് തീരുമാനിക്കട്ടെ എന്നും കോൺഗ്രസ് അഭിപ്രായം പറയാനില്ല എന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. രാഹുലിനെ പാർട്ടിയിലേക്ക് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്ന് ചർച്ച ചെയ്യാനായി എന്റെ നേതൃത്വത്തിൽ A ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്നും ഷാഫി പറഞ്ഞു. CPM അജണ്ട മാധ്യമങ്ങൾ ഏറ്റെടുക്കരുത് എന്നും ഷാഫി പറഞ്ഞു. ഖദർ ഇടണമെന്ന് പറഞ്ഞതിന് ചിലർ തന്നെ പരിഹസിച്ചതിന്റെ കാരണം ഇപ്പോഴാണ് തെളിഞ്ഞതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. ഖദർ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഖാദിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അടുത്തിടെ കോൺഗ്രസ്കാരെ ഓർമ്മിപ്പിച്ച കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ എറണാകുളം പള്ളിമുക്കിലെ ഖാദി ഷോറൂമിലെത്തി എല്ലാവരും ഖദർ വസ്ത്രം വാങ്ങി ഈ ഓണക്കാലം കളറാക്കണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. വയർ കുടുങ്ങിയ ട്യൂബ് തിരിച്ചെടുക്കാനുള്ള ചികിത്സ നൽകും. യുവതിക്ക് വിദഗ്ധ ചികിത്സ സർക്കാർ സഹായത്തോടെ ഉറപ്പാക്കും. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സർക്കാരുമായി ആലോചിക്കും. ട്യൂബ് തിരിച്ചെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകും. സംഭവത്തിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ ആംബുലൻസിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കിയ വീഡിയോ വൈറലായതിനു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ ട്വിസ്റ്റ്. ആംബുലൻസിൽ രോഗിയില്ലെന്ന മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തി. രോഗിയുണ്ടെന്ന് കരുതിയാണ് പോലീസ് ഉദ്യോഗസ്ഥ ആംബുലൻസിന് വഴിയൊരുക്കിയത്. പരിശോധനയിൽ ഡ്രൈവർ വീഡിയോ എടുത്തത് വണ്ടി ഓടിക്കുമ്പോഴാണെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു പ്രതികരിച്ചു. സംഭവത്തിൽ പിഴ ഈടാക്കി ആംബുലൻസ് ഡ്രൈവറെയും സഹായിയെയും വിട്ടയച്ചു. കേരള കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥ D. ശിൽപയെ കർണാടക കേഡറിൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ അപ്പീൽ. സുപ്രീം കോടതിയിൽ കേന്ദ്രം ഇത് സംബന്ധിച്ച് അപ്പീൽ സമർപ്പിച്ചു. കേഡർ മാറ്റം നിലവിൽ പ്രായോഗികമല്ലെന്നാണ് കേന്ദ്ര നിലപാട് എന്നാണ് സൂചന. കേന്ദ്രത്തിന്റെ അപ്പീലിനെതിരെ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്ന് കാട്ടി D. ശിൽപ IPS സുപ്രീം കോടതിയിൽ തടസ്സഹർജി സമർപ്പിച്ചു.
കണ്ണൂരിൽ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം തലമുറകൾക്ക് നൽകുന്ന സംഭാവനയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രഥമ കേരള ആയുഷ് കായകൽപ അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തത്തേങ്ങലം വനത്തിൽ കല്ലമ്പാറമലയിൽ കുടുങ്ങിയ യുവാക്കൾക്കെതിരെ കേസെടുത്തു വനം വിഭാഗം. അതിക്രമിച്ചു കയറിയെന്ന വകുപ്പ് ചുമത്തി 3 യുവാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് വനം വിഭാഗം. നാട്ടുക്കൽ പാറപ്പുറം സ്വദേശികളായ ഇർഫാൻ, ഷമീൽ, മുർഷിദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം വനത്തിലകപ്പെട്ടത്. വനം വിഭാഗം RRT സംഘമെത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സുരക്ഷ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. കമലയ്ക്ക് നൽകിയിരുന്ന സീക്രട്ട് സർവീസിന്റെ സുരക്ഷ പിൻവലിച്ചതായി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളിയായിരുന്നു കമല. കമലയ്ക്ക് സുരക്ഷ നൽകുന്ന സീക്രട്ട് സർവീസ് ഏജന്റുമാരുടെ കാലാവധി മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ നീട്ടിയിരുന്നു. ഈ തീരുമാനമാണ് ട്രംപ് ഭരണകൂടം റദ്ദാക്കിയത്. വൈസ് പ്രസിഡന്റുമാർ പദവിയൊഴിഞ്ഞ ശേഷം 6 മാസത്തേക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സുരക്ഷ ലഭിക്കാറുണ്ടെന്ന് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കമല ഹാരിസ് പദവി ഒഴിയുന്നതിനു മുൻപ് അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ സുരക്ഷാ കാലാവധി 2026 ജനുവരി വരെയാണ് നീട്ടി നൽകിയത്. 2025 സെപ്റ്റംബർ 1 മുതൽ സുരക്ഷ അവസാനിപ്പിക്കുമെന്ന് വൈറ്റ് ഹൌസ് കമല ഹാരിസിനെ കത്തിലൂടെ അറിയിച്ചു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രൊഫഷണലിസം, അർപ്പണബോധം എന്നിവയ്ക്ക് കമല നന്ദി പറഞ്ഞു. പുതിയ പുസ്തകമായ 107 ഡേയ്സ് പുറത്തിറങ്ങാനിരിക്കെയാണ് ഈ നീക്കം. കമല ഹാരിസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകം. സെപ്റ്റംബർ 23-ന് പുസ്തകം പുറത്തിറങ്ങും. ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് കമല ഹാരിസ് മത്സരിച്ചത്. തിരഞ്ഞെടുപ്പിൽ ട്രംപ് ഹാരിസിനെ പരാജയപ്പെടുത്തി. സുരക്ഷയ്ക്കായി ചുറ്റും നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രമല്ല കമലയ്ക്ക് നഷ്ടമാകുന്നത്. സുരക്ഷാ ഭീഷണികൾ ദിവസേന അവലോകനം ചെയ്യുന്നതും നേരിട്ടുണ്ടായേക്കാവുന്ന അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഇമെയിലുകൾ, സമൂഹമാധ്യമങ്ങൾ എന്നിവയിലെ ഭീഷണികൾ കൈകാര്യം ചെയ്യുന്നതും ഇതോടെ നിലയ്ക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരന്തര നിരീക്ഷണത്തിലായിരുന്ന ഹാരിസിന്റെ ലോസ് ഏഞ്ചൽസിലെ വീടിന് ഇനി മുതൽ സർക്കാർ സുരക്ഷ ലഭിക്കില്ല. സ്വകാര്യ ഏജൻസികളെ ആശ്രയിക്കേണ്ടിവരും. കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ വൻ സ്ഫോടനം. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. പടക്ക നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് സൂചന. വീട് തകർന്നു. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുണ്ടായി. പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. രാത്രി 2 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. വാടക വീടാണ് സ്ഫോടനത്തിൽ തകർന്നത്. 2 പേരാണ് വീട്ടിലുണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗോവിന്ദന്റെ വീടാണ് തകർന്നത്. അനൂപ് എന്നയാളാണ് വീട് വാടകയ്ക്കെടുത്തത്. അനൂപിനെ പടക്ക കച്ചവടമുണ്ടെന്ന് പറയപ്പെടുന്നു. രാത്രി 2 മണിക്കാണ് സ്ഫോടന ശബ്ദം കേട്ടതെന്നാണ് അയൽവാസി പറഞ്ഞത്. വീടിന് പുറകുവശത്ത് ഒരാളുടെ മൃതശരീരം കണ്ടു. മരിച്ചോ എന്നറിയില്ല. ശരീരത്തിന് മുകളിൽ മണ്ണ് വീണ് കിടക്കുന്നുണ്ട്. താമസക്കാരെ പരിചയമില്ല. രാത്രിയാണ് താമസക്കാർ വരുന്നത്. വീട്ടിൽ ലൈറ്റ് ഇടാറില്ലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ ആളുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. അധോലോക കുറ്റവാളി അരുൺ ഗോവ്ലി വൈകാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. 2007-ൽ മുംബൈയിലെ ശിവസേനാ നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഗൗലി നാഗ്പൂർ സെൻട്രൽ ജയിലിലാണ് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നത്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ ഗൗലി നൽകിയ ഹർജിയിൽ വാദം കേൾക്കൽ പോലും തുടങ്ങാത്ത സാഹചര്യത്തിലും ജയിൽവാസം 17 വർഷം പിന്നിട്ടതോടെയുമാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. അഖിൽ ഭാരതീയ സേന എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായ അരുൺ ഗൗലി 2004 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുംബൈയിലെ ചിഞ്ച്പോക്ലിയിൽ നിന്ന് വിജയിച്ചിരുന്നു. കൊലപാതക കേസിൽ അറസ്റ്റിലായതോടെ ഭാര്യയും മകളുമാണ് പാർട്ടിയെ മുന്നോട്ട് നയിച്ചത്. ജയിൽവാസം നീണ്ടതോടെ രാഷ്ട്രീയ കരുത്ത് ചോർന്നു. കണ്ണൂർ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം മദ്യലഹരിയിൽ ട്രാക്കിൽ കിടന്ന യുവാവിന്റെ പരാക്രമം. പഴയങ്ങാടി സ്വദേശി ബാദുഷയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി ട്രാക്കിൽ കിടന്ന പരാക്രമം നടത്തിയത്. പിടിച്ചുമാറ്റാനെത്തിയവരെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ പഴയങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് RPFന് കൈമാറി. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ ഇരിപ്പുറപ്പിച്ച പ്രതിയെ ആദ്യം കണ്ടത് റെയിൽവേ ജീവനക്കാരാണ്. മാറാൻ പറഞ്ഞവരോട് അസഭ്യം പറഞ്ഞും കല്ലെറിയാൻ ശ്രമിച്ചുമായിരുന്നു പരാക്രമം. പിന്നാലെ ആത്മഹത്യാ ഭീഷണി മുഴക്കി. മദ്യലഹരിയിലായിരുന്ന ഇയാളെ പഴയങ്ങാടി പോലീസ് എത്തി പിടിച്ചുമാറ്റുകയാണ്. ഈ സമയത്തിനിടെ 3 ട്രെയിനുകളാണ് വൈകിയത്. ഒരു ഗുഡ്സ് ട്രെയിനും 2 പാസഞ്ചർ ട്രെയിനുകളും സ്റ്റേഷൻ സമീപം പിടിച്ചിട്ടു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. കണ്ണൂരിൽ നിന്നെത്തിയ RPF സംഘം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ട്രെയിൻ തടഞ്ഞതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ധർമ്മസ്ഥല മകളെ കാണാതെ എന്ന പരാതി പിൻവലിക്കാൻ തയ്യാറെന്ന ധർമ്മസ്ഥല കേസിലെ പ്രധാന പരാതിക്കാരിയായ സുജാത ഭട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലിനിടെയാണ് സുജാത ഇക്കാര്യം അറിയിച്ചത്. തന്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലത്ത് വെച്ച് കാണാതായെന്ന സുജാതയുടെ പരാതിയാണ് ധർമ്മസ്ഥലത്തെ 100-ലധികം പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകുഴിച്ചിട്ടുവെന്ന മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിന് ബലമായത്. മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന മകൾ അനന്യയെ 2003-ൽ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായെന്നായിരുന്നു സുജാതയുടെ പരാതി. ചോദ്യം ചെയ്യലിൽ ഇടയ്ക്കിടെ മൊഴിമാറ്റുന്നതായി പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥലത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതോടെ ചിന്നയ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
ഇതിനു പിന്നാലെയാണ് സുജാതയെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തത്. 2ാം ദിവസത്തെ ചോദ്യം ചെയ്യലിനിടെ തനിക്ക് അനന്യ എന്നൊരു മകളില്ലെന്നായിരുന്നു സുജാത പറഞ്ഞത്. എന്നാൽ വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ അനന്യയുടെ തിരോധാനത്തിന് പിന്നിലുള്ളവരെന്ന് കരുതുന്ന ചിലരുടെ പേരുകൾ ഇവർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല.